ജനാധിപത്യത്തിൽ പരമോന്നത അധികാരം പൗരസമൂഹത്തിനാണെന്ന് പറയുന്നത് വോട്ട് ചെയ്യാനുള്ള അവകാശത്തിന്റെ പുറത്താണ്. ഓരോ 5 കൊല്ലം കൂടുമ്പോഴും തങ്ങളെ ഭരിക്കേണ്ടത് ആരാണെന്ന് തീരുമാനിക്കുന്നതിനുള്ള ഈ അവകാശമാണ് ജനാധിപത്യത്തിന്റെ ആണിക്കല്ല്. അതുകൊണ്ടാണ് ഏറ്റവും സുപ്രധാനമായ ഭരണഘടനാ സ്ഥാപനങ്ങളിൽ ഒന്നായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലയിരുത്തപ്പെടുന്നതും. പക്ഷേ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കാവലാളാകേണ്ട തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭരണകൂടത്തിന്റെ ചട്ടുകമായി മാറുന്നുവോ എന്നുള്ളത് ഈ രാജ്യം ഗൗരവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയുള്ള പരാതികളിൽ അർത്ഥഗർഭമായ മൗനം പാലിക്കുകയും പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെക്കെതിരെ ലഭിച്ച പരാതിയിൽ അതിവേഗം നടപടിയെടുക്കുകയും ചെയ്യുന്ന കമ്മീഷന്റെ രീതികൾ ഇരട്ട നീതി തന്നെയാണ്. സുതാര്യവും ജനാധിപത്യപരവുമായി നിലനിൽക്കാൻ ഭരണഘടന അനുശാസിക്കുന്ന സ്ഥാപനം മോദി ഭരണകാലത്ത് അതിന്റെ സ്വതന്ത്ര സ്വഭാവം വെടിഞ്ഞ് കേന്ദ്ര സർക്കാരിന്റെ ഏജൻസിയായി മാറിയിരിക്കുന്നു. നിഷ്പക്ഷവും സ്വതന്ത്രവുമായ തിരഞ്ഞെടുപ്പ് എന്നത് ഭരണഘടനയുടെ അടിസ്ഥാന ശിലയാണെന്നിരിക്കെ ആ പവിത്രതയെ തകർക്കുന്ന സമീപനം തുടർച്ചയായി കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന സാഹചര്യം വിലയിരുത്തുകയാണ് ഇന്നത്തെ സ്പോട്ട്ലൈറ്റ്. എതിർക്കപ്പെടണം തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇരട്ട നീതി. വനിതാ സംവരണം, മണ്ഡല പുനർനിർണയം എന്നിവ സംബന്ധിച്ച ബില്ലുകൾ ലോക്സഭയിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് ദൂരദർശനിലൂടെയും സംസദ് ടിവിയിലൂടെയും പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗം പെരുമാറ്റച്ചട്ടത്തിന്റെ നഗ്നമായ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ കക്ഷികൾ പരാതി നൽകിയിരുന്നു. വിവിധ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കെ കോൺഗ്രസ്, DMK, TMC ഈ കക്ഷികളെയൊക്കെയും കടന്നാക്രമിച്ച പ്രസംഗത്തിൽ വോട്ടർമാർ അവരെ ശിക്ഷിക്കുമെന്ന് അഭിപ്രായപ്പെട്ടിരുന്നു. എന്നാൽ ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഈ പരാതിയിൽ ഒരു പ്രാഥമിക പ്രതികരണം പോലും നടത്താൻ കമ്മീഷൻ തയ്യാറായില്ല. അതേസമയം ബുധനാഴ്ച BJP നേതാക്കൾ മല്ലികാർജുൻ ഖാർഗെക്കെതിരെ പരാതി നൽകിയപ്പോൾ 24 മണിക്കൂറിനകം വിശദീകരണം നൽകണമെന്ന നോട്ടീസുമായി കമ്മീഷൻ രംഗത്തെത്തിയതിലെ ഇരട്ട നീതിയാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത്. തമിഴ്നാട് തിരഞ്ഞെടുപ്പിൽ AIADMK BJPയുമായി സഖ്യം ചേർന്നതിനെ വിമർശിക്കവെയായിരുന്നു ഖാർഗെയുടെ വിവാദ പരാമർശം. അണ്ണാദുരൈയുടെ ചിത്രം ഉപയോഗിക്കുന്ന AIADMK എങ്ങനെ നരേന്ദ്രമോദിയെ പോലെ ഒരു തീവ്രവാദിയുമായി കൈകോർക്കുമെന്നും നീതിയിലും സമത്വത്തിലും വിശ്വസിക്കാത്ത BJP ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുകയാണെന്നുമായിരുന്നു ഖാർഗെയുടെ പരാമർശം. BJP അത് വിവാദമാക്കിയതോടെ ഖാർഗെ വിശദീകരണവുമായി രംഗത്ത് വന്നു. താൻ പ്രധാനമന്ത്രിയെ വ്യക്തിപരമായി ഒരു തീവ്രവാദി എന്ന് വിളിച്ചിട്ടില്ല എന്നും അദ്ദേഹം ജനങ്ങളെയും രാഷ്ട്രീയ പാർട്ടികളെയും ഭയപ്പെടുത്തുന്നു എന്നാണ് ഉദ്ദേശിച്ചതെന്നും ഖാർഗെ വ്യക്തമാക്കി. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിന്റെ പദവിയിൽ നിന്നും നീക്കണമെന്നാവശ്യപ്പെട്ട് 73 പ്രതിപക്ഷ MPമാർ രാജ്യസഭാ സെക്രട്ടറി ജനറലിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. 2026 മാർച്ച് മാസം 15-ന് ശേഷം ഗ്യാനേഷ് കുമാറിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകളും പെരുമാറ്റ ദൂഷ്യങ്ങളും ചൂണ്ടിക്കാട്ടിയാണ് ഇംപീച്ച്മെന്റ് നടപടികൾക്ക് സമാനമായ നോട്ടീസ് നൽകിയിരിക്കുന്നത്. 9 കുറ്റാരോപണങ്ങളാണ് ഈ നോട്ടീസിലുള്ളത്. പ്രധാനമന്ത്രിയുടെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെയും താൽപര്യങ്ങൾക്കനുസരിച്ചാണ് ഗ്യാനേഷ് കുമാർ പ്രവർത്തിക്കുന്നതെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പദവിയിൽ നിന്നും നീക്കം ചെയ്യാനായി പ്രതിപക്ഷ MPമാർ നേരത്തെ നൽകിയ ഇംപീച്ച്മെന്റ് പ്രമേയം പാർലമെന്റിന്റെ ഇരുസഭകളും തള്ളിയതാണ്. ഭരണഘടനാ പദവിയുടെ അധികാരം ഗ്യാനേഷ് കുമാർ ബോധപൂർവം ദുർവിനിയോഗം ചെയ്തെന്നും നിഷ്പക്ഷത പാലിക്കുന്നതിൽ ഗ്യാനേഷ് കുമാർ പരാജയപ്പെട്ടുവെന്നും കുറ്റപ്പെടുത്തിയാണ് മാർച്ച് 12-ന് ഇംപീച്ച്മെന്റ് നടപടിക്കുള്ള നോട്ടീസ് നൽകിയിരിക്കുന്നത്. 1968-ലെ ജഡ്ജ് എൻക്വയറി നിയമത്തിലെ 3-ാം വകുപ്പിലെ അധികാരം ഉപയോഗിച്ച് പ്രമേയം തള്ളുകയാണ് എന്നായിരുന്നു രാജ്യസഭാ അധ്യക്ഷനും ലോക്സഭാ സ്പീക്കറും ഇരുസഭകളെയും അറിയിച്ചത്. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷനുകൾക്ക് നേരെ പ്രതിപക്ഷ പാർട്ടികൾ വിമർശനം ഉന്നയിക്കുന്നത് പുതുമയുള്ള കാര്യമല്ല. ഇപ്പോൾ കേന്ദ്ര ഭരണാധികാരികൾക്ക് പദ്ധതികൾ പ്രഖ്യാപിക്കാനും തുടക്കമിടാനും അവസരം നൽകുന്ന തരത്തിൽ തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനം ക്രമീകരിക്കുക, അതേപോലെ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ ഭരണപക്ഷക്കാരുടെ വർഗീയ വിദ്വേഷ പരാമർശങ്ങൾക്കെതിരെ മൗനം പാലിക്കുക, പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ ഏകപക്ഷീയമായി നടപടി സ്വീകരിക്കുക, ഉദ്യോഗസ്ഥരുടെ അനാവശ്യ സ്ഥലം മാറ്റം തുടങ്ങിയ ആരോപണങ്ങൾ മോദി സർക്കാർ അധികാരമേറ്റ ശേഷം കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉയർന്നതാണ്. വോട്ടർ പട്ടിക തയ്യാറാക്കൽ, SIR വോട്ട് കൊള്ള തുടങ്ങിയ വിഷയങ്ങൾ ഉന്നയിച്ചാണ് പുതിയ കാലത്ത് കമ്മീഷൻ കല്ലേറുകളേറെ ഏറ്റുവാങ്ങിയത്. രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ട് ചോരി ആരോപണങ്ങളെ പൂർണ്ണമായും തള്ളുകയായിരുന്നു കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. രാഹുൽ ഗാന്ധി മാപ്പ് പറയണമെന്നായിരുന്നു കമ്മീഷന്റെ നിലപാട് ആ വിഷയത്തിൽ. ബീഹാർ, ബംഗാൾ വോട്ടർ പട്ടികയിൽ നിന്ന് ലക്ഷക്കണക്കിന് വോട്ടർമാരെ നീക്കിയതിൽ ദുരൂഹത ഉണ്ടെന്ന ആരോപണത്തിലും കമ്മീഷൻ അനങ്ങിയിട്ടില്ല. തിരഞ്ഞെടുപ്പ് കമ്മീഷനെ പ്രതിരോധത്തിലാക്കിയ മറ്റൊരു സംഭവം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തപ്പോൾ എടുത്ത നിലപാടാണ്.
നേരത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത് പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും അടങ്ങുന്ന ഒരു സമിതിയായിരുന്നു. എന്നാൽ മോദി സർക്കാർ ഈ നിയമത്തെ ഈ അടുത്തിടെ ഭേദഗതി ചെയ്തു. ചീഫ് ജസ്റ്റിസിനെ ആ സമിതിയിൽ നിന്നും മാറ്റി പകരം പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രിയെ തൽസ്ഥാനത്ത് നിയമിച്ചു. സ്വാഭാവികമായും ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് ആ സ്ഥാനത്തേക്ക് എത്തിയത്. എല്ലാ കാര്യങ്ങളും സർക്കാർ തീരുമാനിക്കുന്ന ഘട്ടമെത്തിയതും ഇതേ തുടർന്നാണെന്ന ആരോപണം പ്രതിപക്ഷം ഉന്നയിച്ചു. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ നിയമനത്തിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ശക്തമായി തന്നെ രംഗത്തും വന്നിരുന്നു. തിരഞ്ഞെടുപ്പ് കമ്മീഷന് ശരിക്കും ഒരു മേൽവിലാസം ഉണ്ടാക്കി കൊടുത്തത് പാലക്കാട് തിരുനെല്ലായി നാരായണ അയ്യർ ശേഷൻ എന്ന TN ശേഷനാണ്. അദ്ദേഹത്തിന് ശേഷം അതേ വീറോടെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ മുന്നോട്ട് കൊണ്ടുപോയ ആളാണ് JM ലിങ്ഡോ. 2002 ഗുജറാത്ത് കലാപത്തിനു ശേഷം നിയമസഭാ തിരഞ്ഞെടുപ്പ് ഉടനെ നടത്തണമെന്ന അന്നത്തെ മുഖ്യമന്ത്രി നരേന്ദ്രമോദിയുടെ ആവശ്യം ലിങ്ഡോ തള്ളിക്കളഞ്ഞു. JM ലിങ്ഡോ എന്നാൽ ജെയിംസ് മൈക്കൽ ലിങ്ഡോ ആണെന്ന് ഇന്ത്യൻ ജനതയെ അറിയിക്കുകയാണ് ഇതിന് മറുപടിയായി നരേന്ദ്രമോദി ചെയ്തത്. അന്ന് പക്ഷേ മോദിയെ തിരുത്താൻ BJPയിൽ അടൽ ബിഹാരി വാജ്പേയി എന്ന പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു. ശേഷനും ലിങ്ഡോയും ഇപ്പോ ഒരു സുവർണ കാലത്തിന്റെ ഓർമ്മകൾ മാത്രമാണ്. സ്വതന്ത്രവും നിഷ്പക്ഷവും നീതിയുക്തവുമായി പ്രവർത്തിക്കേണ്ട ഭരണഘടനാ സ്ഥാപനമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. തിരഞ്ഞെടുപ്പ് ഗോതയിൽ രാഷ്ട്രീയ പാർട്ടികൾ പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് സ്വാഭാവികം. എന്നാൽ തിരഞ്ഞെടുപ്പ് സംവിധാനത്തെ നിയന്ത്രിക്കേണ്ടവർ പക്ഷം പിടിക്കുന്നത് ജനാധിപത്യത്തിന്റെ പരാജയമാണ്. നഷ്ടപ്പെട്ട നിഷ്പക്ഷത കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തിരിച്ചു പിടിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് ഇവിടെ സമാപിക്കുന്നു. മറ്റൊരു വിഷയമായി വീണ്ടും നാളെ ഇതേ സമയം.